ഇന്ന് നമ്മളെ പരിപാടി ഇന്ന് ഫാം ഡേ അല്ലേ? ഫാം ഡേ ആണ്. അതായത് നമ്മളെ ഫാമിൽ ഇറങ്ങിയിട്ട് ഒരു ഇതിൽ പഴം പറിച്ചിട്ട് അതിന്റെ ഒരു റിവ്യൂ എടുക്കും അല്ലേ? ഓക്കെ. നമ്മളെ ഫാമിൽ ഇപ്പൊ ഏതൊക്കെയാണുള്ളത്? ഏതൊക്കെ പഴുത്ത ഏതൊക്കെയുള്ളത് ഇപ്പൊ ഉള്ളത് അവൈലബിൾ? പഴം അബിയുണ്ട്, പിന്നെ അടക്കപ്പഴമുണ്ട്, അടക്കപ്പഴുണ്ട്, പിന്നെ റംബുട്ടാനായിട്ടില്ല, പൂവായി തുടങ്ങിയിട്ടുണ്ട്, പിന്നെ മാവുകളൊക്കെ നമ്മൾ അബി ആയിക്കോട്ടെ അല്ലേ? അബിമരം ആ താഴത്താണ് അല്ലേ? അബിമരത്ത് ഇപ്പൊ നമ്മള് കൊറേ കായ് പറിച്ചല്ലോ അല്ലേ? അല്ലേ? എത്ര കായ് പറിച്ചു? കൊറേ അയച്ചല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളെ അബിയുവിന്റെ മരല്ലേ? ഈ അബിയു മരം എത്ര കൊല്ലായിക്കണ? ഇപ്പൊ 5 കൊല്ലായിക്കണ. കണ്ടോക്കല്ലേ? ഒരു കായ ഉണ്ടോ? പക്ഷി കൊത്തിയതാണല്ലേ? സാധാരണ നമ്മള് പക്ഷി പറിച്ചാൽ നമ്മൾ എന്താ ചെയ്യല്? പ്ലാസ്റ്റിക്കിന്റെ കീസിൽ വൃത്തിയായിട്ട് കവർ ചെയ്ത് വെക്കൂലേ? കവർ ചെയ്ത് വെച്ചിട്ട് മറന്നതോ അതോ കവർ പാറിപ്പോയോ? ഉണ്ടല്ലേ? ഇപ്പൊ വേറെ കുറെ ചെടികളുണ്ടല്ലോ മുത്തേ. ഈ പഴത്തിന്റെ മരത്തിലെ മുത്തേ ഏകദേശം ഒരു 5 വർഷം പ്രായമായിട്ടുണ്ടല്ലേ? ഇത് നനക്കേണ്ട സമയം ഇടക്ക് ഇന്നലെ ഞാൻ നനച്ചിരുന്നു. നനവ് കമ്മിയാക്കേണ്ട കായകളുണ്ട്. കണ്ടോ? ആ കായകൾ നനച്ചിട്ടില്ല. നല്ലൊരു കായ ഉണ്ടോ? അവിടെ കായുണ്ട്, ഇവിടെ കായുണ്ട്. ഇനി നമുക്ക് ഒരു കായ പറിച്ചു നോക്കല്ലേ? വേറെ കായകൾ കാണിച്ചു നോക്കുന്നില്ലേ? ഇവിടെ കായ ഉണ്ടല്ലേ? ഓക്കെ. നമുക്ക് കായ പിന്നെ കവർ ചെയ്ത് വെച്ച് കണ്ടതാ? കണ്ടോ? ഈ കവർ ചെയ്ത് വെച്ച് കണ്ടോ? കവർ ചെയ്ത് വെച്ചില്ലേ പ്രശ്നം എന്താ വെച്ചാൽ ഈ പക്ഷികൾ കൊത്തുക. പക്ഷികൾ ഈ പഴം കഴിക്കുന്ന പക്ഷികളൊന്നും കൊത്തിയിട്ട് നശിപ്പിക്കുക ചെയ്യുന്നത്. കണ്ടോ? ഇപ്പൊ നോക്കാം. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ കായ വെച്ചിട്ടില്ലേ? അതിന് ഉള്ളിൽ കായ ഉണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ ചെന്നു ആ കായ കുറച്ച്, ആ കായ കുറച്ച്, ആ കായ കണ്ണ് മുക്കും നോക്കുക. ആ കായ പറിച്ചോ, പറിച്ചോ, പറിച്ചോ. നല്ല കവറിന്റെ ഉള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്ത കാണട്ടെ. നമ്മളെ കവറിന്റെ ഉള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പോവുക. നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു കാര്യം പറിച്ചാൽ നമുക്ക് അല്ലേ? ഒന്നും പറിക്കല്ലേ? ഇത് നമുക്ക് ഇന്ന് കട്ട് ചെയ്യേണ്ടത് 2 ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം അല്ലേ? ഇത് അവിടെ കായുണ്ട്. ഇവിടെ ചെറിയൊരു കായുണ്ട്, ചെറിയ കായ. എന്നാ പറിച്ച നല്ല പറിച്ച. ഓക്കെ. അത് നിങ്ങളുടെ ഓപ്പൺ ചെയ്താൽ വലുത് ഞാൻ പിടിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് ഈ പഴുത്ത വാങ്ങ ഇത് മുട്ടുന്നുണ്ടല്ലേ? നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ടേസ്റ്റ് എങ്ങനെ നോക്കി കമ്പയർ ചെയ്ത് എന്തിന്റെ ടേസ്റ്റ് ഒക്കെ കമ്പയർ ചെയ്യല്ലേ? നോക്കാം. ഓക്കെ, റൈറ്റ്, റെഡി അല്ലേ? ഓക്കെ മൊത്തം നമുക്ക് ആ ഒരു പക്ഷി കുത്തി കായ പറിച്ചു വെക്കട്ടോ. അതിന് കുറച്ച് ഭാഗം കഴിക്കല്ലേ നമുക്ക്? നമ്മ എല്ലാം പറിച്ചു പറിച്ചു എന്താ ചെയ്യണേ? നമുക്ക് അത് ഭാഗം ചെത്തിക്കളയാ, കുഴപ്പമൊന്നുമില്ല. അത് എന്തൊരു പഴങ്ങൾ ഇങ്ങനെ ചെറിയ തത്ത ഉണ്ടല്ലോ, തത്ത അല്ലേ? എന്തൊരു കുരു വേണ്ടോ? അതിനുള്ളിൽ ഒരു കുരുണ്ടോ? അതിനുള്ളിൽ മൊത്തം ഒരു കുരുണ്ട്. അതായത് നമ്മളൊരു ചക്കക്കുരുവിന്റെ സൈസിൽ ഒറ്റ കുരു ഉണ്ടാവും ഒരു കായനുള്ള. ആ കുരു ഇതുണ്ടാക്കുന്നത് ബഡ് ചെയ്ത തൈകളല്ല. ഇതിന് കുരു മുളപ്പിച്ചുണ്ടാകുന്ന തൈകളാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇത് നമ്മൾ 5 വർഷമാണെങ്കിലും ശരി, എന്ത് ചെയ്യാം, ഒരു 3-ാം വർഷം തന്നെ കായ പിടിക്കും. നമുക്ക് ഒരു ഫ്രൂട്ട് കട്ട് ചെയ്ത് നോക്കല്ലേ? ഓക്കെ. കട്ട് ചെയ്തിട്ട് അതിന്റെ കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം നോക്കല്ലേ? ഓക്കെ അല്ലേ? ഇത് കട്ട് ചെയ്ത് ഓക്കെ, നല്ല കട്ട് ചെയ്തോ. ഓക്കെ, മെല്ലെ മെല്ലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യും. റൗണ്ട് കട്ട് ചെയ്തോ. വാ അല്ലേ? ഇതാ നല്ല പഴമാണല്ലേ?
പഴുത്തിട്ടുണ്ട് അല്ലേ ആ കുരു. ഇനി ഒരു പീസ് ചെറിയ പീസ് എടുക്കാൻ കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് കാണട്ടെ എങ്ങനെയാണ് എൻ്റെ സ്വഭാവം എന്ന് അറിയണം. ചെറിയ പീസ് ടേസ്റ്റ് ചെയ്ത് ഓക്കെ. അത് ചെറിയ പീസ് കഴിച്ചിട്ട് എങ്ങനെ എന്തിൻ്റെ ടേസ്റ്റാണ് പറഞ്ഞത്? കഴിച്ചോ ഒന്നും കേൾക്ക്. എന്തിൻ്റെ ടേസ്റ്റാണ് മനസ്സിലാവണില്ല. അതെ ഞാൻ ഒരു രസം എനിക്കോട്ടെ ഞാൻ കഴിച്ചോട്ടെ. ഇത് ഇളനീൻ്റെ ടേസ്റ്റ് ഉണ്ടോ? ഇളനീന് പിന്നെ ഈ റോഡ് സൈഡിലൊക്കെ പനന്നൊക്കെ ഉണ്ടാവുമല്ലോ, പാലക്കാടൊക്കെ ഉണ്ടാവും പനൻ്റെ നോമ്പ്, അതിൻ്റെ അതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് തോന്നിയില്ല. പിന്നെ മാത്രമല്ല ഇത് ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കാം. ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് പാലും കൂടി ജ്യൂസ് അടിച്ചിട്ട് എന്താ കുറച്ച് ചെറിയ ഏലക്കായിട്ട് നല്ല സ്മൂത്തി ആയിട്ട് അടിപൊളിയായിരിക്കും ഒക്കെ അല്ലേ. അപ്പൊ മുത്തേ ഇന്നത്തെ വീഡിയോ കൂടെ ബൈൻഡപ്പ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് പറയാനുള്ള എന്താ വെച്ചാൽ കേൾക്കുന്ന ആളോട് പറയാനുള്ളത്, നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് എന്താ വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം ഗെയിമുകൾ ഉണ്ടായിരിക്കും, ഫുഡ് വ്ളോഗുകൾ ഉണ്ടായിരിക്കും, പിന്നെ ഫാമിലി എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കും, സാധാ വ്ളോഗുകളൊക്കെ ഉണ്ടാവില്ല, ഒക്കെ ഫാമിലി മക്കൾസ് അഭിനയിക്കുന്ന പ്രോഗ്രാംസ് അല്ലേ. അപ്പൊ ഇന്നത്തെ നമുക്ക് പറയാം ഈ അബി എന്ന് പറഞ്ഞ ഈ ഫ്രൂട്ട്സ് എന്ത് ചെയ്യാം എല്ലാവരുടെ വീട്ടിലും നട്ടുപിടിപ്പിക്കുക. ഇത് എന്ത് ചെയ്യുക, വളരെ കുറച്ച് സ്ഥലം മതി, പക്ഷെ നല്ല വെയിലുള്ള സ്ഥലമാണ് അല്ലേ, നനക്കും വേണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, പറ്റുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങ് അടുത്ത എല്ലാ വീടിനടുത്തുള്ള ഏകദേശം എല്ലാ ഫ്രൂട്ട്സ് അല്ല എല്ലാ പ്ലാന്റ്സ് കടയിലും ഇതിന് തൈകൾ കിട്ടൂലല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, പോയി നട്ടുപിടിപ്പിക്കുക, നനച്ച് വളർത്തുക. എന്നിട്ട് വീടിൻ്റെ മുറ്റത്ത് ഇനി കുറച്ച് സ്ഥലങ്ങൾ അതൊന്ന് കൃഷി ചെയ്യാൻ പറ്റും. വീട് മുറ്റത്തിൻ്റെ 2-3 വർഷം കൊണ്ട് ഇത് കായ്ക്കും അല്ലേ. ഈ ഫുഡിൻ്റെ പ്രത്യേകത മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല, ഇത് തായ്ലൻഡിൽ നിന്നോ തായ്വാനിൽ നിന്ന് വന്നൊരു വിദേശ ഇനം ഫുഡാണ്. പക്ഷേ കേരളത്തിന്റെ കാലാവസ്ഥ അനുയോജ്യമായ ഫുഡാണ് അല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.